ഇതാരപ്പോ പുതിയൊരു അവതാരം? കണ്ടിട്ടൊരു കുട്ടിത്തേവാങ്ങനെ പോലെ. ഹലോ, നീലാം സ്ട്രോങ്. കണ്ടിട്ടത്ര സ്ട്രോങ് അല്ല. അയ്യടാ, അവന്റെ രീതി കണ്ടില്ലേ? മരോട്ടിക്ക് എന്ന മങ്കിയോ പോലുണ്ട്. ഹലോ, നമ്മളിവിടെ പുതിയതായിട്ടാണല്ലേ? പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നാലേ നിങ്ങളെ വണങ്ങിയിട്ടേ പോവൂ. അതാ ആചാരം. ചേട്ടോ, ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടനോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കാഴ്ചയിൽ നിങ്ങളെ അത്രയും പ്രായം തോന്നിക്കുമെങ്കിലും കുറഞ്ഞ 2 വയസ്സിനെങ്കിലും എളുപ്പം കാണും. വിക്കനാണല്ലേ? എപ്പോഴും ഇല്ല, സംസാരിക്കുമ്പോഴേ ഉള്ളൂ. ഫസ്റ്റ് ഡേസിക്ക് ചേരാമെന്നായിരിക്കും. എനിക്ക് പ്രിൻസിപ്പലിന്റെ മുറി ഒന്ന് കാണിച്ചു തരാമോ? പ്രിൻസിപ്പാളിനെ കണ്ട് അനുഗ്രഹം വാങ്ങി ക്ലാസ്സിലോട്ട് കയറാനായിരിക്കും. ചെല്ല്, ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാൽ മൂന്നാമതൊരു മുറി കാണും. അതിൽ കയറണ്ട, അടുത്ത മുറിയെ കയറിയാൽ മതി. പോകാൻ വരട്ടെ. പ്രിൻസിപ്പാളിനെ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നോക്ക്, പ്രിൻസിപ്പാൾ ആളത്ര ശരിയല്ല. എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് ചെറിയൊരു പരിഹാസിയാ. ആരെന്ത് പറഞ്ഞാലും ആൾ അതുപോലെ അനുകരിച്ച് കളിയാക്കുന്നത് അദ്ദേഹത്തിനൊരു ഹോബിയാ. ഇപ്പൊ ചേട്ടന്റെ കാര്യം തന്നെ നോക്കിയേ. അല്പം വിക്കുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. പ്രിൻസിപ്പാളുമായി സംസാരിക്കുമ്പോ നോക്കിക്കോ, അദ്ദേഹം മനഃപൂർവ്വം നിങ്ങളെ കളിയാക്കും. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ ആ കളി ഇന്നോടെ ഞാൻ നിർത്തും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് മുമ്പത്തെ കോളേജിലെ ഒരു അധ്യാപകന്റെ മൂക്കിൽ നിന്ന് ഒറ്റയിടിക്ക് ചോര വരുത്തിയവനാ ഈ സുന്ദരേശൻ. സാർ, യെസ്. ആരാ? ഞാൻ സുന്ദരേശൻ. എന്താ കാര്യം? കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് ഫലമുണ്ടെന്നും തോന്നുന്നില്ല. അതെന്താടോ? തുടക്കത്തിലെ അടിച്ചു പിരിയുന്ന ലക്ഷണം ആ കണ്ടു. താനെന്താ പുരൂർക്കുന്നത്? തന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവന്മാരാണല്ലേ? ആര്? ആ 5 മരമാക്രികൾ. അതെ സാർ. അപ്പൊ എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ ഇറങ്ങിയതാണല്ലോ. യു ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് അടിക്കാൻ പറ്റില്ല സാർ. ഞാൻ സർക്കാരിന്റെ ഉത്തരവ് കൊണ്ടാ വന്നിരിക്കുന്നത്. ഇതെന്താടോ? ആഹാ, പ്യൂണാണല്ലേ? യെസ് സാർ. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അതെ സാർ. അതെന്തിനായിരുന്നു? ഒരു അധ്യാപകന്റെ മൂക്കടിച്ച് തെറിപ്പിച്ചത്, എന്നെ വിക്കലെന്ന് വിളിച്ചതിന്. അപ്പൊ തന്റെ വിക്ക് ഒറിജിനലാണോ? അതെ സാർ. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. സാറിന്റെ വിക്കും ഒറിജിനലാണോ? കടന്നു പോണം. ഓക്കെ സാർ. ദൈവമേ, ഈ വിക്കനെ കൊണ്ട് ഞാൻ വലിയുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അങ്ങനല്ലേ എന്റെ സ്വഭാവം. അതെന്താ? വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു സൗന്ദര്യ ആരാധകനാ. ഈ പ്രകൃതിയുടെയും കെട്ടിടത്തിന്റെയും പിന്നെ പെൺകുട്ടികളുടെയും. പിന്നെ നമ്മൾ ഇത്ര ആത്മബന്ധത്തിലായോണ്ട് പറയുക, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? അല്ല, ഞാനൊരു പിയൂണാണെന്ന കാര്യം മറ്റാരും അറിയരുത്. അതെന്താ? അത് പിന്നെ ഈ പെൺകുട്ടികളിൽ ആർക്കെങ്കിലും എന്നെ കാണുമ്പം ലൈൻ അടിക്കുന്നു തോന്നിയാ ഈ ക്ലാസ് 4 ഉദ്യോഗം ഒരു തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ. അപ്പൊ കണ്ടറിഞ്ഞു തന്നെയാണ് പുറപ്പാടല്ലേ? അതാരാ? ഇതാണ് ഞങ്ങളുടെ രതി ടീച്ചർ. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മഞ്ഞ പൂശിയ മാലാഹയെ പോലുണ്ട്. അവരിവിടെ പഠിപ്പിക്കാൻ വരുന്നതാ. അതേലോ. വെറുതെ അല്ല, റിസൾട്ട് വരുമ്പോ ഈ കോളേജിന്റെ സ്ഥാനം പാതാളത്തോളം താഴോട്ട് പോകുന്നത്. എന്തോ. ഹലോ. ഹായ്. ഞാനെടുത്ത് വരാമല്ലോ.
ഏത് പന്ന കഴിവരുടെ മോനാണ് കണ്ണു മൂക്കൂല്ലാതെ വണ്ടി ഓടിക്കുന്നത്? വണ്ടി നിറങ്ങണ. ഐ വിൽ കൗണ്ട് ടു 3. എന്നിട്ട് തുറന്നില്ലേ ഈ ഗ്ലാസ് ഞാൻ അടിച്ചു പൊളിക്കും. 1, 2, 3. എന്താ പ്രശ്നം? എന്താ ചോദിക്കാൻ? എന്താ പ്രശ്നമെന്നോ? ഇത് കണ്ടോ? കണ്ടു. എന്താ ഇത്? ഇത് ടീഷർട്ട്, ആ. ഇത് ബെൽറ്റ്, ആ. ഇത് പാന്റ്. ആൻഡ് ഐ എം ബിനു. BINU. ബിനു. Any more doubts? കുന്തം വെയ്യ പോലെ അന്തം വിട്ട് നിൽക്കാടാ. അവള് പോയി. നമ്മളൊക്കെ ആക്കുന്ന നേരത്തിൽ തിരിച്ചിട്ടോണ്ട് അവള് പോയത് ആണോ? അല്ല പെണ്ണ്. ഈ വേഷത്തിൽ നിന്നെ എന്തിനു കൊള്ളാടാ? പോയി ചാവടാ. എല്ലാം തൊഴിച്ചില്ലടോ. എല്ലാം പോയി. ദേ അവള് പോയി. അയ്യോ മകളെ. ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നത്, സംസാരിക്കുന്നതൊക്കെ. ലവ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? പ്രഥമ ദർശന അനുരാഗം. അതെ, സത്യം പറഞ്ഞ അതായിരിക്കും കുട്ടിയോട് തോന്നിയത്. ആ, എന്തെങ്കിലും ഒന്ന് പറയണോ? ഞാൻ എത്ര നേരം ഇങ്ങനെ നാവിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്. ജസ്റ്റിന്റെ പേരെങ്കിലും ചോദിച്ചൂടെ? അതിന് ശോഭന ഇത്രയായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാനോ? മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അല്ലേ ഡയലോഗ് വിട്ടത്? എന്ന് എനിക്കിതൊന്നും ഇഷ്ടമല്ലോ. ശോഭന്റെ രീതി സംസാരിച്ചാ മതി. ശോഭന്റെ രീതിയിൽ സംസാരിച്ചാൽ മതി എന്നല്ലേ? വണ്ടർഫുൾ, നല്ല ഹ്യൂമർ സെൻസ്. എന്റെ അമ്മ. എന്ത് പറ്റി ശോഭൻ? അവിടെ അല്ല, ഇവിടെ ഒരു എക്കിൾ. ഓ, ഈക്കിളാണെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ചാൽ അത് മതി. ശരിയാ. വെള്ളം കൊറേ കുടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ കണ്ടിട്ട്. അസൂയ അസൂയ. കുട്ടി ക്ലാസ്സിൽ പോകും, ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേക്കാം. എനിക്ക് ധൃതിയില്ല. എനിക്ക് ധൃതിയുണ്ട്. വരട്ടെ. ശോഭ നല്ല ആളാട്ടോ. അത് സുമിത മാത്രമല്ല, എല്ലാരും പറയാറുണ്ട് ഞാൻ നല്ല ആളാണെന്ന്. ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ 15 മിനിറ്റോളം പുളിച്ചോട്ട് നിർത്തിയില്ലേ? ഓ, അത് പുളിഞ്ചോടല്ലല്ലോ ഞാൻ പറഞ്ഞത്, വാഗമരച്ചോടെന്നല്ലേ? വാഗമരച്ചോടോ? ഓ, വാഗമരച്ചോട് പറഞ്ഞ നമ്മുടെ ശാന്തമ്മയോടാ. ശാന്തമ്മയോടോ? വാഗമരച്ചോട്ടിൽ ശാന്തമായിട്ടിരിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. കൊച്ചു കള്ളി തമാശ. എന്ത് പറ്റി ശോഭൻ? അല്ല, ഞാൻ പെട്ടെന്ന് മരിച്ചു. എന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചു പോയി. അമ്മ മരിച്ചുപോയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മയല്ല, അമ്മൂമ്മ. അമ്മൂമ്മയെ ഞാൻ അമ്മാന്ന് വിളിക്കാറുള്ളത്. ആ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു. വരട്ടെ. എവിടെയാണ് ക്ലാസ്? എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പിശാച് എവിടെ ഉണ്ടായിരുന്നു? എന്താ ശോഭൻ? എന്ത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ, അത് പിന്നെ ഞാൻ എന്തോ പറയാൻ വേണ്ടി ഓർമ്മിച്ചാ വന്ന് പെട്ടെന്ന് മറന്നുപോയി. ഓർത്തിട്ട് പിന്നെ വരാ. ഓ, ഇന്നത്തെ ക്ലാസ് ഭയങ്കരം തന്നെ. അതെ അതെ, എന്താടിയാ മനംകൂടെ മടി ചിരിച്ചോണ്ട് പോണേ? ആ, വട്ടായിരിക്കും. അതുകൊണ്ടോ? അവള് വരണളിയാ. വേഗമോ? എന്താ ഇത്? എന്താ ഇതെന്താന്ന്? ഇതോ? ഇത് കാറ്, ഇത് കൈ, ഇത് ചെളി. ആൻഡ് ഐ ആം ജിത്തു. JITHU. ജിത്തു. Any more doubts? പറട്ടെ. Thank you. നീ വെറുതെ വിട്ടില്ലടാ.
അതെ വായി നോക്കി നടന്നാ ഇങ്ങനെ ഇരിക്കും. നാളെ പോയി കുളിക്കണം. അവൾക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ ചെയ്യുന്നൊന്നും ശരിയല്ല എത്തു, തീരെ ശരിയല്ല. ഒന്നുമില്ല, അവളൊരു പെണ്ണല്ലടാ. പെൺപിള്ളേരോട് കണക്ക് കേൾക്കുന്നേ ആൺപിള്ളേർക്ക് കയറുന്ന പണിയല്ല. കുറെ നേരമായല്ലോ നിനക്കെന്താ അവളോട് ഇത്ര സെന്റിമെന്റ്സ്? അതിപ്പോ എത്ര ചോദിക്കാനുണ്ടോ? നേരാ, എനിക്ക് അവളോട് ഇത്തിരി സെന്റിമെന്റ്സ് ഉണ്ട്. എനിക്ക് അവളെ ഇഷ്ടാ. അതിനിപ്പോ ഒരു പുത്തിരിയല്ലല്ലോ, ഒരു കോലിൽ ഇത്തിരി തുണി കെട്ടി തന്നാ നീ അതിനെയും കയറി ലൈനാക്കില്ലേ? ഇത് അതുപോലുള്ള പ്രേമൊന്നുമല്ല. ഇറ്റ്സ് എ റിയൽ ലവ്. അയ്യടാ, ഇത് ഞങ്ങൾ കുറെ കേട്ടതാ. ആ എലിസബത്തിനെയും സുമിതയൊക്കെ ആദ്യം കണ്ടപ്പോൾ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? പരിശുദ്ധവും പരിഭാവനവുമായ പ്രണയബന്ധം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചങ്കോർന്ന് കാട്ടാനൊന്നും എന്നെ കൊണ്ടാവില്ലോ. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ, ഞാൻ അവളെ സ്വന്തം ആക്കും. അന്ന് കാക്ക പറന്ന് മലക്കും. അതെ അതെ, മറന്നു പലക്കും. അതിന് ആ പൂ കയറാൻ ഞാൻ ഒരാൾക്ക് സമ്മാനിക്കാൻ പറ്റിയിരിക്കുന്നു. മനസ്സിലായി, ആ ഭദ്രാളിക്കല്ലേ? അതെ. എടാ, ഈ പൂ കൊടുത്ത് ലൈനാക്കുന്നതൊക്കെ 60കളിലെ സിനിമയ്ക്കകത്തുള്ള നമ്പർ. ഇപ്പോഴത്തെ പെമ്പിള്ളാര് ഒരു പൂവിലൊന്നും വീഴില്ല. പിന്നെന്താ, പൂങ്കുല കൊടുക്കണോ? എടാ, കൊടുക്കേണ്ടവൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താ ഏത് പെണ്ണും വീഴും. എന്നാ പിന്നെ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടേണ്ട സ്ഥലത്ത് ഇനി കിട്ടിയിരിക്കും. ശോഭൻ, ഹായ്. ഇന്നലെ വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അത് പിന്നെ വേറെ ഒരു ഗൗരവമുള്ള പ്രശ്നത്തിൽ പെട്ടുപോയി. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, മറ്റോടത്തെ പ്രശ്നം, മറിച്ചോടത്തെ പ്രശ്നം, ആ ഒരു പ്രശ്നം മയമായിപ്പോയി. ഇവന്റെ പ്രശ്നം മുഴുവൻ അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കണം. പ്രശ്നമാക്കല്ലേ, മാക്കില്ല. ഇതാർക്കാ പൂവ്? ഇത് ആർക്കാ പൂവല്ല, റോസാ പൂവാ. ഞാൻ ഈ പൂക്കളുടെ ഒരു ആരാധകനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പനിനീർ പൂക്കൾ. അയ്യോ, ഇതത്ര നല്ല പൂവല്ല. ഇത് പിന്നെ കുന്നംകുളം മേട, കലർപ്പില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ്. അത് സൂക്ഷിക്കണം, മൊത്തത്തിൽ ഇവനൊരു ഡ്യൂപ്ലിക്കേറ്റാ. എന്നാലും തല ചൂടാമല്ലോ. ഇനി ഏത് പൂ കൊടുക്കും? എല്ലാം ഒരു ദീർഘവീക്ഷണത്തോടെ കാണുന്നവനായി ശോഭനം നിനക്ക് ഇപ്പൊ മനസ്സിലായോ? അവള് വരുന്നുണ്ട്. നീ കുറച്ച് അകലേക്ക് മാറിയുന്നു, ഇല്ല എല്ലാം ചളാവും. അതെന്താ, നിന്നെക്കാൾ എനിക്ക് അല്പം ഗ്ലാമർ കൂടുതലായതുകൊണ്ട് അവൾ എന്നെ കയറി പ്രേമിക്കുന്നതായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ, എന്താ? ഇതൊരു പനിനീർ പൂവാണ്. ഓഹോ, അങ്ങനെ? അല്ല, നമ്മുടെ സൗഹൃദം ഈ പനിനീർ പൂവിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ശോഭൻ, എപ്പോ ഒന്നും ഈ പിശാശ്. ഇന്നെന്താ പതിവില്ലാതൊരു പൂവൊക്കെ ആയിട്ട്? എനിക്കായിരിക്കും ഈ അല്ലേ? റോസാവളങ്ങൾ എന്റെ റോസിക്കല്ലാതെ പിന്നെ ആർക്കാ? വരട്ടെ. എവിടെ നിന്ന് റേഷൻ മേടിക്കുന്നു? ഹലോ, ബിനു എന്നാണല്ലേ പേര്? ആ പൂവ് എവിടെ? ഓ, അത് തനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞു. അതെങ്ങനെ കളഞ്ഞാൽ? അത് നല്ല പൂവല്ല, ചീത്ത പൂവാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് തന്നേക്ക്. അത് പിന്നെ അത് ഒരു മിനിറ്റ് വെച്ചു, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കുരിശായാലും പിശാച് അവിടെ പോയി. കോളേജിൽ അതിൽ ടെസ്റ്റ് ചെയ്യാൻ പോയില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ലോലന്റെ തന്ത എന്താണ് പൂ? എന്താ പ്രശ്നം? എന്താ ഈശ്വര, എന്റെ പൂ ചതഞ്ഞു പോയല്ലേ? ചതഞ്ഞു പോയല്ലേ? ചന്ദ്രമണ്ഡലത്തിൽ ഇറങ്ങി വരുന്ന മാതിരിയുണ്ട്. ഹലോ ഹലോ. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതിനെന്താ? എന്റെ പേര് സുന്ദരേശൻ. നല്ല പേര്. ഹൗ, ആശ്വാസമായി. അതെന്താ, പേര് മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അതുകൊണ്ടല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടല്ലോ എന്നോർത്താ. നമ്മുടെ നാട്ടിലെ കൾച്ചറൽ മഹാബോറാ. അങ്ങ് അമേരിക്കയിലൊന്നും അങ്ങനെയല്ല. അപ്പോ അമേരിക്ക പോയിട്ടുണ്ടോ? പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെയാ പഠിച്ചത്. അപ്പൊ അമേരിക്കയിലൊക്കെ എങ്ങനെ? നല്ല രസമായിരിക്കും അല്ലേ? രസമായിരിക്കുമെന്നോ? ഇവിടുത്തെ എല്ലാം ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ നൈറ്റ് ആയിരിക്കുമ്പോ അവിടെ ഡേ ആയിരിക്കും, അവിടെ ഡേ ആയിരിക്കുമ്പോ ഇവിടെ പകലായിരിക്കും. പിന്നെ ഇവിടെ ഞാനൊക്കെ കാറോടിക്കുന്നത് ഇടതുവശത്ത് കൂടാ. അവിടെ സായിപ്പന്മാര് കാറോടിക്കുന്നത് വലതുവശത്ത് കൂടാ. പിന്നെ ഇവിടൊക്കെ പെണ്ണുങ്ങള് പ്രസവിക്കുന്നത് കല്യാണത്തിന് ശേഷമാ, അവിടൊക്കെ കല്യാണത്തിന് മുമ്പാ. പിന്നെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അവിടെ ആൾക്കാര് നല്ല തടിച്ച് വെളുത്തിരിക്കും. ഇവിടെ ആൾക്കാര് ഇതുപോലെ തോട്ടി പോലെ ഇരിക്കും. നല്ല ചെരുപ്പാണല്ലോ. കാലേ കളിച്ചോട്ടല്ലോ, കളിക്കല്ലേ. പുതിയ ഉണ്ടമ്പര് പൈസയിൽ വെച്ച് വേണമെങ്കിൽ ബീങ്ങിക്കാം. സുബൈറെ,
നിന്റെ വീട്ടിലെ സർവന്റ് നിന്നെ അന്വേഷിച്ച് ക്യാമ്പസ് മുഴുവൻ ചുറ്റുന്നുണ്ട്. എവിടെ? പുറത്ത്. ബാപ്പ നിനക്ക് ചരടുള്ള കാശ് കൊടുത്തുവിട്ടായിരിക്കും. ചെല്ല്. ഇന്ന് നിന്റെ അക്കൗണ്ടിൽ ഒരു പെഗ്ഗെങ്കിലും വീശണം. നിങ്ങളൊക്കെ എങ്ങനെയാ പരീക്ഷയിൽ പാസ്സാവണത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ വന്നാൽ മതിയെന്ന്. കോളേജിൽ വന്നാലത്തെ സ്ഥിതി ഇപ്പൊ കണ്ടില്ലേ? അതൊന്നും സാരമില്ല മോനെ, പിള്ളാരല്ലേ. ഇതൊക്കെ ഒരു കളിതമാശയായിട്ട് കാണാൻ ഞമ്മക്ക് കഴിയും. ആ, ഞമ്മള് വന്നത് ഇത് തരാനാണ്. ഒരുപാട് ജോലി തിരക്കിനിടയ്ക്ക് ബാബ ആകാശ ചേരാൻ വിട്ടുപോയി. നാളെ ഫീസ് കൊടുക്കേണ്ടതാണല്ല. നേരം വൈകിയതുകൊണ്ടാണ് ഞമ്മള് തന്നെ ഇവിടെ കൊണ്ട് തരാന്ന് വെച്ചത്. അപ്പൊ ഞമ്മള് നിൽക്കണില്ല, പോവാണ്. അല്ല മോനെ, അല്ല വീട്ടിൽ ചെന്ന് വിശേഷം എന്തെങ്കിലും പറയാനുണ്ടാ? ആരോട്? ബാപ്പോട്. നല്ലോണം പഠിക്കുന്നുണ്ടെന്നും നല്ല കുട്ടിയാണെന്നൊക്കെയാണ് ബാപ്പാടെ വിചാരം. അത് തെറ്റിച്ചിട്ടില്ലല്ല. ഞമ്മക്കറിയാം മോനങ്ങനെ വൈതെറ്റി പോവില്ല എന്ന്. വരട്ടെ. എന്താ ശോഭൻ? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. മഹാനാണക്കടായി. സോറി. ടീച്ചർ കുടുംബം പിടിച്ചോ അണ്ണാ, രതി ടീച്ചറുടെ പൂമേനി കൊണ്ട ശരീരമല്ലേ ഇത്? ഈ ഉള്ളവൻ അണ്ണനെങ്കിലും ചുംബിച്ച് ആത്മനിർവൃതി കൊള്ളട്ടെ ആവുന്ന.